ശരി ശരൺ, ഇപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നിർണായകമല്ലേ? ഇപ്പോൾ ഇ ഡി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ഇ ഡി അന്വേഷണത്തിനെതിരെ ഇപ്പോൾ CMRL ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നു. അതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. സ്മൃതി, ഈ കേസിൽ ഇ ഡിയെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. അതായത് ഇനി ഈ കേസ് വീണ്ടും നിയമക്കുരുക്കിൽ പെടുമോ എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് അറിയേണ്ടത്. അല്പസമയത്തിനകം തന്നെ CMRLന്റെ ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പ്രധാനപ്പെട്ട യോഗം, അതായത് അല്പസമയം മുമ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ പ്രധാനപ്പെട്ട യോഗം കൊച്ചി ഓഫീസിൽ ചേർന്നിരുന്നു. അത് അവലോകന യോഗമാണ്. സ്വാഭാവികമായിട്ടും ഈ റെയ്ഡുകൾ കഴിഞ്ഞാൽ അവർ അവലോകന യോഗം ചേരാറുണ്ട്. അത്തരത്തിലൊരു യോഗമാണ് ചേർന്നത്. അതിൽ തന്നെ വിലയിരുത്തിയിരിക്കുന്ന കാര്യം വീണ ടിക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ, ഈ റെയ്ഡിലൂടെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാം, വീണ ടിയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോകാമെന്നുള്ള തീരുമാനമാണ്. എന്നാൽ ഇപ്പോൾ ഈ CMRLന്റെ ഹർജി അപ്പീൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇനി കോടതി എന്ത് പറയുന്നത് അനുസരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് പുതിയതായി ഇ ഡി എത്തിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് വീണ ടിയുടെ വിദേശ അക്കൗണ്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കും ഇ ഡി നീങ്ങിയിട്ടുണ്ട്. നേരത്തെ വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നതാണ്, അത് HDFC ബാങ്കിലെ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപയാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് കൂടുതൽ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് 2019 പൂട്ടിയതാണെന്നുള്ള വിവരം ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അക്കൗണ്ട് വഴി ഏതെങ്കിലും വിധത്തിൽ ഈ ട്രാൻസാക്ഷൻ, അതായത് ഈ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന സമയം, അത് 2017-നും 2020-നും ഇടയിലാണ് ഈ എക്സാലോജിക്ക് CMRL അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. അപ്പോൾ ഈ ഇടപാടുകളുടെ ഭാഗമായിട്ട് ഈ അക്കൗണ്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് ഇ ഡി ഉള്ളത്. ശരി, ശരൺ ആണ് വിവരങ്ങൾ നൽകിയത്.